അച്ഛനമ്മമാർ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരേയൊരു കാര്യമേയുള്ളൂ. അത് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതാണ്. ആറ്റുനോറ്റുണ്ടായ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ ആലപ്പുഴ ചേർത്തലയിലെ വേണുഗോപാലും ഭാര്യ സുനിയും കലേഷ് കുമാറും ഭാര്യ ലീനയും ആഗ്രഹിച്ചതും അതുമാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ച അപ്രതീക്ഷിത ദുരന്തം ഈ ദമ്പതികളുടെ ഏക സന്താനങ്ങളുടെ ജീവനാണ് അപഹരിച്ചത്. 22കാരനായ നന്ദഗോപാലനും 24കാരനായ ആരവ് കൃഷ്ണയും ദുരന്തത്തിൽ പൊലിഞ്ഞതോടെ 2 വീടുകളാണ് കണ്ണീർ കടലിലായി മാറിയത്. ആ വീടുകൾക്ക് ജീവൻ വെപ്പിച്ച ഏക സന്താനങ്ങളാണ് ഇപ്പോൾ ചേതനയറ്റ മൃതദേഹങ്ങളായി മാറിയതും. നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായ കാഴ്ചയായിരുന്നു അത്. ചേർത്തല 11 മൈൽ മുട്ടത്തിപ്പറമ്പ് റോഡിൽ പള്ളിക്കവലയിൽ തിങ്കളാഴ്ച രാത്രി 11:40-നാണ് നന്ദഗോപാലിന്റെയും ആരവ് കൃഷ്ണയുടെയും ജീവനെടുത്ത വാഹനാപകടം സംഭവിച്ചത്. തണ്ണീർമുക്കം മുട്ടത്തിപ്പറമ്പ് ഇഴാശ്ശേരിക്കരി വീട്ടിൽ വേണുഗോപാലിന്റെയും സുനിമോളുടെയും ഏക മകനാണ് നന്ദഗോപാലൻ. വയലാർ മംഗളംപറമ്പ് കലേഷ് കുമാറിന്റെയും ലീനയുടെയും ഏക മകനാണ് ആരവ് കൃഷ്ണ. ഇരുവരും ഒരുമിച്ച് കൊച്ചിയിലെ സ്വകാര്യ കോളേജിൽ AI കോഴ്സിന് പഠിക്കുകയായിരുന്നു. ഇരുവരും അടുത്ത സുഹൃത്തുക്കളും. ഓണക്കാലത്ത് പൂവിൽപ്പന നടത്തിയും മറ്റും ചെറിയ തുക സമാഹരിച്ചാണ് ഇവർ പഠനം നടത്തിയിരുന്നത്. 8 പേരടങ്ങിയ സുഹൃത്ത് സംഘമായിരുന്നു ഇവരുടേത്. എല്ലാറ്റിനും ഒരുമിച്ചായിരുന്നു ഇവർ 8 പേരും. ക്ഷേത്രങ്ങളിലെ പുഷ്പാലങ്കാര പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ചേർത്തല തെക്കുള്ള ഒരു ക്ഷേത്രത്തിൽ പുഷ്പാലങ്കാരം നടത്തിയ ശേഷമാണ് നന്ദഗോപാലനും ആരവ് കൃഷ്ണയും കഴിഞ്ഞ ദിവസം മുട്ടത്തിപ്പറമ്പിൽ എത്തിയത്. ഇതിനുശേഷം ഇരുവരും ആരവിന്റെ വയലാറിലെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ആരവാണ് കാർ ഓടിച്ചിരുന്നത്. ദേശീയപാത നിർമ്മാണത്തിന് വേമ്പനാട് കായലിൽ നിന്ന് മണലെടുക്കാൻ തണ്ണീർമുക്കം ഭാഗത്തേക്ക് പോയ ലോറിയുമായി ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നിരുന്നു. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഏറെ പ്രയാസപ്പെട്ടാണ് ഇരുവരെയും കാറിൽ നിന്ന് പുറത്തെടുത്തത്. തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഇരുവരും മരണത്തിനു കീഴടങ്ങുകയായിരുന്നു. മൃതദേഹം വീടുകളിലേക്ക് എത്തിച്ചപ്പോൾ കുടുംബാംഗങ്ങൾക്കും കൂട്ടുകാർക്കും പ്രദേശവാസികൾക്കും ആ ദുഃഖം താങ്ങാനാകുന്നതിനും അപ്പുറമായിരുന്നു. ഇരുവരുടെയും വേർപാട് കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും തീരാ ദുഃഖമായി തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ. മന്ത്രി പി പ്രസാദ് അടക്കമുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളുമടക്കം നാടൊന്നാകെയാണ് നന്ദഗോപാലനും ആരവിനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ എത്തിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.